മഴക്കാലത്ത് നിറഞ്ഞു കവിയുന്ന കുളങ്ങൾ അപകടങ്ങളെ മാടി വിളിക്കുന്നു. മംഗൽപാടി പഞ്ചായത്തിലെ നൂറുകണക്കിന് കുളങ്ങളിലാണ് വിദ്യാർത്ഥികൾ യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെ നീന്തി കുളിക്കാൻ എത്തുന്നത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മഴക്കാലത്ത് പൊതുവെ കാണാറുള്ള കാഴ്ചകളിലൊന്നാണ് നീന്തി കുളിക്കാനായി എത്തുന്ന ആളുകൾ നിറഞ്ഞ കുളങ്ങൾ. എന്നാൽ പല കുളങ്ങളും അപകടക്കുഴികളാണെന്ന് അറിയാതെയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നത്. പഞ്ചായത്ത് കുളം, അമ്പലക്കുളം, സ്വകാര്യ വ്യക്തികളുടെ കുളങ്ങൾ ഉൾപ്പെടെ മംഗൽപാടി പഞ്ചായത്തിൽ ഇത്തരത്തിൽ നൂറുകണക്കിന് കുളങ്ങളുണ്ട്. ഇവയിൽ പല കുളങ്ങളിലും സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ നീന്തൽ അഭ്യസിക്കാനായി കുളത്തിലേക്ക് എത്തുന്നത് യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെയാണ്. കുപ്പികളും കന്നാസുകളും ഉപയോഗിച്ച് നീന്തൽ പഠിക്കാനായി എത്തുന്നവരിൽ പലരും വീടുകളിൽ പറയാതെയാണ് വരുന്നത്. കാഴ്ചയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പല കുളങ്ങളുടെ അടിയിലും കെട്ടിക്കിടക്കുന്ന ചെളിയാണ്. കുളിക്കുന്നതിനിടയിൽ കാല് ചെളിയിൽ പൂണ്ട് അപകടം സംഭവിച്ച് നിരവധി പേർ മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. മൊഗ്രാലിൽ കഴിഞ്ഞ വർഷം കുളത്തിൽ കുളിക്കാൻ പോയ 3 കുട്ടികൾ മുങ്ങി മരിച്ചിരുന്നു. പഞ്ചായത്ത് സഹായത്തോടുകൂടി ഇത്തരം കുളങ്ങളിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും നീന്തൽ പരിശീലനം നൽകുകയും ചെയ്താൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മംഗൽപാടി പഞ്ചായത്തിൽപ്പെട്ട ബന്തിയോട് മുട്ടം ഒരു കുളത്തിനെ പറ്റി, ഒരു അപകട നിലയിലുള്ള ഒരു കുളത്തെ പറ്റിയാണ് എനിക്കിവിടെ വിവരിക്കാനുള്ളത്. പിഞ്ചു മക്കൾ, പ്രായപൂർത്തിയാകാത്ത മക്കൾ പോലും വന്ന് ആഴമേറിയ, വളരെ ആഴമുള്ള ഒരു കുളത്തിൽ കുളിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ആരെയും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അവിടെ ഒരു അപകട ഒരു ബോർഡോ, ഒരു സൂചന നൽകുന്ന ഒരു ബോർഡോ മറ്റോ ഒന്നുമില്ലാതെ ഒരുപാട്, ഇപ്പോൾ ഈ സമയം പോയി നോക്കിയാൽ പോലും 10-25ഓളം കുട്ടികൾ അവിടെ കുളിക്കുന്ന ഒരു കാഴ്ചയാണ്. അപകടം നടന്നതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, അച്ഛനമ്മമാരോട്, ഉമ്മ വാപ്പമാരോട് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് അതിൽ നിന്ന് നിയന്ത്രിക്കണം. അതുപോലെ ബന്ധപ്പെട്ടവരും പഞ്ചായത്ത് അധികൃതരും അതിനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും നീന്തൽ പരിശീലനം നൽകണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.